അയ്യമ്പസമേ എൻ്റെ ആശ്രയമേ, അയ്യമ്പസമേ എൻ്റെ ആശ്രയമേ. യേശുവേ സ്തുതി, യേശുവേ നന്ദി. എൻ്റെ പേര് ജോർജ്, ഞാൻ കാട്ടൂരിൽ നിന്ന് വരുന്നു. എനിക്ക് ശരീരത്തിന് പെട്ടെന്ന് തളർച്ചയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ ചെന്ന് പരിശോധന നടത്തിയപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ അസുഖം കൂടുതലായിരുന്നു. ഞാൻ ഒരാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയും അവിടുത്തെ ചികിത്സയിലൂടെ എൻ്റെ അസുഖം സുഖപ്പെട്ടു എന്ന് പറഞ്ഞ ഡോക്ടർമാർ എന്നെ വീട്ടിലേക്ക് വിട്ടു. എന്നാൽ വീണ്ടും ഈ അസുഖം എനിക്ക് വന്നു. ഞാനപ്പോൾ IMSലെ നിത്യാരാധനയിൽ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുകയും രാത്രി ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ പ്രശാന്തച്ഛൻ്റെ രോഗസൗഖ്യ ആശീസ്സുകളുടെ സമയത്ത് ഞാൻ കണ്ണീരോടുകൂടി അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മേ, എന്നെ സുഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് എന്തോ ഒരു അത്ഭുതകരമായ രീതിയിൽ ശരീരത്തിന് സൗഖ്യം ലഭിക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ആ അസുഖം എനിക്ക് പൂർണ്ണമായി സൗഖ്യപ്പെടുകയും ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് വീണ്ടും മറ്റൊരു അസുഖം വന്നു. എൻ്റെ കാലിൻ്റെ കുതിഞ്ഞരമ്പ് പൊട്ടിപ്പോയി. അതിന് ഞാൻ വണ്ടാനം ആശുപത്രിയിൽ ചെല്ലുകയും അവിടെ ഓപ്പറേഷൻ ചെയ്യുകയും ഞാൻ വീട്ടിൽ വരികയും ചെയ്തു. എന്നാൽ ആ ഓപ്പറേഷനിലൂടെ എൻ്റെ അസുഖം സുഖപ്പെട്ടില്ല. ഞാൻ വീണ്ടും വേദനയോടുകൂടി IMS അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ IMSൽ നിത്യാരാധനയിൽ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ നിത്യാരാധനയിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കാലിന് സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുകയുണ്ടായി. അതിൻ്റെ ഫലമായി എൻ്റെ കാലിന് സൗഖ്യം ലഭിച്ചു. എന്നാൽ ഞാൻ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എന്നെ നല്ലൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി. എന്നാൽ ഡോക്ടർമാർ പറഞ്ഞത് ഈ കാല് വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും അത് ജോറിനെയും കൊണ്ടേ പോവുള്ളൂ എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. എൻ്റെ മുഖത്ത് നോക്കിയാണ് അവർ പറഞ്ഞത് ഇത് തൻ്റെയും കൊണ്ടേ പോവുകയുള്ളൂ, അതുകൊണ്ട് ഇത് വളരെ ഒരു ബുദ്ധിമുട്ടായ കേസ് കെട്ടാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ മനസ്സുരുകി ഞാൻ അമ്മയെ IMS അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു. അമ്മേ, മനുഷ്യനെ കൊണ്ട് അസാധ്യമാകരുത്, ദൈവത്തിനെ കൊണ്ട് സാധ്യമാകും. ഞാൻ ഉറച്ചു വിശ്വസിച്ചു. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു വചനം കിട്ടി. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 5-ാം വാക്യം. നിൻ്റെ കണ്ണുനീർ കാണുകയും നിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് IMS അമ്മയോട് പോയി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ കാലിന് ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ സ്വന്തമായി നടക്കുന്നു, കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ യാതൊരുവിധ മരുന്നുകളോ ചികിത്സകളോ ഒന്നുമില്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇത്രയും വലിയ ഒരു രോഗസൗഖ്യം നൽകിയ IMS അമ്മയ്ക്കും യേശുവിനും 1000 നന്ദി പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി.